ബഹിരാകാശത്തും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാമെന്ന കണ്ടെത്തൽ നടത്തി ISRO. ഹൈഡ്രജനും ഓക്സിജനും ഉപയോഗിച്ച് ബഹിരാകാശത്ത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പരീക്ഷണമാണ് വിജയം കണ്ടത്. ഫ്യൂവൽ സെൽ പവർ സിസ്റ്റം പരീക്ഷണമാണ് വിജയിച്ചത്. 350 കിലോമീറ്റർ ഉയരത്തിൽ 180 വാൾട്ട് വൈദ്യുതിയാണ് ഫ്യൂവൽ സെൽ ഉൽപ്പാദിപ്പിച്ചത്. പുതുവർഷ ദിനത്തിൽ ദൗത്യം PSLV-C-58 എക്സ്പോസാറ്റ് റോക്കറ്റ് വിക്ഷേപിച്ചിരുന്നു. ഈ റോക്കറ്റിന്റെ അവസാന ഭാഗത്ത് POEM എന്ന മൊഡ്യൂൾ ഉണ്ടായിരുന്നു. ഈ മൊഡ്യൂളിലാണ് 10 ഉപഗ്രഹങ്ങൾ ഉണ്ടായിരുന്നത്. ഇതിൽ 2 VSC ആണ് നിർമ്മിച്ചത്. ഇതിൽ ഒന്നാണ് FCPS. ഹൈഡ്രജനും ഓക്സിജനും ഉപയോഗിച്ചാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതെന്നും ഇതിൽ നിന്ന് പുറന്തള്ളുന്നത് ജലം മാത്രമാണെന്നും മറ്റു തരത്തിലുള്ള ഒരു വാതകവും പുറന്തള്ളുന്നില്ലെന്നും ISRO വ്യക്തമാക്കി. ഭാവിയിൽ ബഹിരാകാശ പദ്ധതികളിൽ ബാക്കപ്പ് സിസ്റ്റമായും ഇത് ഉപയോഗിക്കാൻ കഴിയും. അതേസമയം SpaceXന്റെ ഫാൽക്കൺ 9 റോക്കറ്റിൽ വാർത്താവിനിമയ ഉപഗ്രഹമായ GSAT-20 വിക്ഷേപിക്കാൻ ഒരുങ്ങുകയാണ് ISRO. ഈ വർഷം പകുതിയോടെ വിക്ഷേപണം നടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ടെലികോം ഉപഭോക്താക്കൾക്ക് അതിവേഗ ഇന്റർനെറ്റ് സേവനങ്ങൾ നൽകാൻ GSAT-20 സഹായിക്കും. 4700 കിലോഗ്രാം ഭാരമുള്ള ഉപഗ്രഹം ISROയുടെ ഏറ്റവും ശക്തിയേറിയ വിക്ഷേപണ വാഹനമായ LVM-3യുടെ പരമാവധി വാഹനശേഷിയേക്കാൾ കൂടുതലാണ്. യൂറോപ്യൻ കമ്പനിയായ ഏരിയൻ സ്പേസിനെ ഇന്ത്യ വിക്ഷേപണങ്ങൾക്കായി ആശ്രയിക്കാറുണ്ടെങ്കിലും ഏരിയൻ സ്പേസിന്റെ ശക്തിയേറിയ വിക്ഷേപണ വാഹനമായ ഏരിയൻ 5 കഴിഞ്ഞ വർഷം ജൂലൈയിൽ സേവനം അവസാനിപ്പിച്ചു. പിൻഗാമിയായ ഏരിയൻ 6 റോക്കറ്റ് ഇതുവരെ രംഗപ്രവേശം നടത്തിയിട്ടുമില്ല. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യ SpaceXലേക്ക് തിരിയുന്നത്. പുനരുപയോഗിക്കാൻ കഴിയുന്ന ഫാൽക്കൺ 9 റോക്കറ്റിന് ജിയോ സ്റ്റേഷനറി ട്രാൻസ്ഫർ ഓർബിറ്റിലേക്ക് GSAT-20യുടെ ഇരട്ടി ഭാരം വഹിച്ചുകൊണ്ടുപോകാൻ ശേഷിയുണ്ട്. 2010-ൽ സേവനം ആരംഭിച്ച ഫാൽക്കൺ 9 റോക്കറ്റുകൾ ഉപയോഗിച്ച് ഇതുവരെ 296 തവണ വിക്ഷേപണങ്ങൾ നടത്തിയിട്ടുണ്ട്. ISROയുടെ വാണിജ്യ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡും SpaceXും തമ്മിലുണ്ടാക്കിയ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് GSAT-20 വിക്ഷേപണത്തിനായി ഫാൽക്കൺ 9 ഉപയോഗിക്കുന്നത്. ഉൾനാടുകളിലും ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലും അതിവേഗ ഇന്റർനെറ്റ് എത്തിക്കുന്നതിന് GSAT-20 ഉപഗ്രഹം സഹായിക്കും. ആൻഡമാൻ നിക്കോബാർ, ലക്ഷദ്വീപ് എന്നിവിടങ്ങളിലും അതിവേഗ കണക്ടിവിറ്റി എത്തും. വിമാനങ്ങൾക്കുള്ളിൽ ഇന്റർനെറ്റ് സേവനം ഒരുക്കുന്നതിനും ഇത് സഹായിക്കും. 2018-ലാണ് ഇത് ആദ്യം വിക്ഷേപിക്കാനിരുന്നത്. എന്നാൽ പിന്നീട് 2020-ലേക്ക് നീട്ടിവെച്ചു. പിന്നീട് അത് വീണ്ടും വൈകുകയായിരുന്നു.